ജെറമ്യ 17 അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യൂദയുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു. വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. ഓരോ പച്ചമര ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലികളോടും ആശീര പ്രതിഷ്ഠകളും നിൽക്കുന്നു. നാട് നീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും. ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും. നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും. എന്തെന്നാൽ എൻ്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി, അതെന്നും കത്തിക്കാളും. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഹൃദുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹൃദയം മറ്റേതിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിന്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. എന്നാൽ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വചനം എവിടെ? അതിപ്പോൾ നിവൃത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു. തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ചപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടത്തേക്കറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. അങ്ങെനിക്ക് ഭയകാരണമാകരുതേ. തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകാതിരിക്കട്ടെ, ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. അവർ സംഭ്രമിക്കട്ടെ, ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ. അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ, അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ. കർത്താവിനോട് അരുളി ചെയ്തു, യൂദരാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക, യൂദരാജാക്കന്മാരെ, യൂദയായിലെ ജനങ്ങളെ, ജെറുസലേം നിവാസികളെ, ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടുകളിൽ പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ. എന്തെന്നാൽ അവർ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു. കർത്താവോട് ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിവസത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും. അങ്ങനെ നഗരം എന്നും ജനനിബന്ധമായിരിക്കും. യൂദയായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ
മലപ്രദേശങ്ങൾ, നെഗേവ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും. അവർ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് ദഹനബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാബലികളും കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങളിൽ തീ കൊളുത്തും. അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും. ആരും അത് കെടുത്തുകയില്ല. ജെറമ്യ 18 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ജെറമ്യയോട് അരുളി ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവിനോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുത് എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുതുയർത്തണമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവി കൊള്ളാതെ എൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദപിക്കും. അതുകൊണ്ട് യൂദയായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപ്പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിലച്ചിരിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിയട്ടെ. നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും. ഓരോരുത്തരും അവനവന്റെ ദുഷ്ട ഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുപോലൊന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ. ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു. ലബനോനിലെ മഞ്ഞ് ഉയർന്ന പാറയിടുക്കുകളിൽ നിന്ന് മായുമോ? പർവ്വതത്തിൽ നിന്നുള്ള ശീതകാല പ്രവാഹം വറ്റിപ്പോകുമോ? എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു. വ്യർത്ഥതകൾക്ക് അവർ ധൂപാർച്ച നടത്തുന്നു. അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു. രാജവീതി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു. അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി. അതിലെ കടന്നു പോകുന്നവർ അന്താളിച്ച് തലകുനിക്കുന്നു. കിഴക്കൻ കാറ്റിലെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിക്കും. അവരുടെ അനർത്ഥത്തിന്റെ വാളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിയിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമ്യയ്ക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ, നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രവിക്കണമേ. നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ? അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു. അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓർക്കണമേ. അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിരയാക്കണമേ. വാളിൻ്റെ വായ്ത്തലയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ. പുരുഷന്മാർ മഹാമാരി ബാധിച്ച് മരിക്കട്ടെ. യുവജനങ്ങൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ. അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ. അവരുടെ വീടുകളിൽ നിന്ന് അർത്ഥനാദമുയരട്ടെ. എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു, എൻ്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു. കർത്താവെ, എന്നെ വിധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു. അവരുടെ അകൃത്യം പൊറുക്കരുതേ. അവരുടെ പാപം അവിടുത്തെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ. അങ്ങയുടെ മുമ്പിൽ അവർ മറിഞ്ഞു വീഴട്ടെ. അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ.